Apa mana orang orang dia sini. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വളരെ യാദൃശ്യമായിട്ട് ഞാനൊരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താൻ പോകുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പന കണ്ടിട്ടുണ്ട്, പലതരം പനകളുണ്ട്. ഈർപ്പന, സാദാ പന, പഴയതരം വീട് കെട്ടാൻ ഉപയോഗിക്കുന്ന പനകൾ. പക്ഷെ ഞാൻ അങ്ങനെ യാദൃശ്യമായിട്ട് വന്നപ്പോഴാണ് ഇങ്ങനെ നമ്മളെ ഈർപ്പനൻ്റെ ഉപയോഗം, അതിൻ്റെ കായ്കളുടെ ഉപയോഗം എന്താണെന്ന് മനസ്സിലായി. ഇവിടെ ആൾക്കാരുണ്ട് ദൂരെ നിന്ന്, സേലത്തു നിന്നൊക്കെ വന്നിട്ട് ഇത് കട്ട് ചെയ്ത് കൊണ്ടുപോകുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് നമുക്ക് പറയാൻ. ഇവിടെ നിങ്ങളെ പേരെന്തായിരുന്നു? അതെങ്ങനെ ശരിക്കും ഇതിന്റെ ഉപയോഗം എന്താണ്? പെയിന്റിലേക്ക് പോകണതാണ്. നമ്മളിവിടുന്ന് ഇത് പച്ച കയറ്റിയിട്ട് തരുവണ കൊടുക്കും. തരുവണ പോലെ ഫാക്ടറികളുണ്ട്, അത് കൊടുത്തിട്ട് വയനാട് ജില്ലയിലെ വയനാട് തരുവണ അങ്ങനെ പല സ്ഥലങ്ങളും കൊടുക്കും. അതിൽ നിന്ന് അവരും പരിപ്പാക്കി എടുത്തിട്ട് അത് നേരെ നാഗപ്പൂർ ഭാഗത്തൊക്കെ പോകുന്നത് പെയിന്റിലേക്കാണ്. നോർത്ത് ഇന്ത്യയിലേക്ക് അത് പെയിന്റിലേക്കാണ് കാര്യമായിട്ട് എന്ത് ചെയ്യുന്നത്, ഇത് കയറി പോകുന്നത്. പെയിന്റ്, പാന, അങ്ങനത്തെ പോലെ അങ്ങനെയൊക്കെ കമ്പനിയൊക്കെ മിസ്സായി പോകുന്നു. അല്ല, എന്ന് വെച്ചാൽ ഇത് വളരെ അറിയാത്തൊരു സംഭവം. അപ്പം അറിയുന്നവർ നിങ്ങൾക്കൊക്കെ അറിയും, പക്ഷെ 95% ആൾക്കാർക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പെട്ടെന്ന് യാദൃശ്യമായി കണ്ടപ്പോഴൊന്ന് ചോദിക്കാം. എന്തായാലും വിശദമായിട്ട് കാണിക്കാൻ പറ്റും. താങ്ക് യു. വീഡിയോസ് വേറെ ഈ മരത്തിന്റെ മേലെ പോയിട്ട് പിന്നെന്താ ചെയ്യാ? ചാടും, അങ്ങോട്ട് കയറിട്ട് പോകും. അങ്ങോട്ട് കയറിട്ട് പോകും. ഓ, അത് ശരി. അപ്പൊ അവര് ചെയ്യുന്നതെന്താ പറയുക, ഇതാണ് പന, അവിടെ കാണുന്നതാണ് പന. എന്നിട്ട് ഇതിന്റെ മേലെ കയറിയിട്ട് അതിന്റെ മുകളിൽ പോയിട്ട് ഇങ്ങോട്ട് എന്താ കയറിട്ട് ജമ്പ് ചെയ്യാ? ഓ, ഭയങ്കര റിസ്ക് ആണുള്ള പരിപാടി അല്ലേ? എത്ര ഐറ്റം ഇങ്ങോട്ട് ജമ്പ് ചെയ്യാം. ചില പ്രദേശങ്ങളിൽ ഈ മരത്തിന് ചൂണ്ടപ്പന എന്നും ചില പ്രദേശങ്ങളിൽ ഈർമ്പന എന്നും അറിയപ്പെടുന്നുണ്ട്. ഒരു കാലത്ത് ആർക്കും വേണ്ടാതെ കിടന്നിരുന്ന പനങ്കുരുവിന് വിപണിയിൽ പൊന്നും വിലയാണ് ഇപ്പോൾ. പാൻ ഉൽപ്പന്ന നിർമ്മാണത്തിന് അടക്കക്കൊപ്പം പനങ്കുരുവും ഉപയോഗിച്ചു തുടങ്ങിയതാണ് ചൂണ്ടപ്പനയുടെ കുരുവിന് വിപണിയിൽ ഇത്രയേറെ ആവശ്യമേറാൻ കാരണം. അടക്കയുടെ ലഭ്യതക്കുറവും വില കൂടിയതും ശരിക്കും പന കർഷകർക്ക് വളരെ നേട്ടമാവുകയായിരുന്നു. ശരിക്കും പാൻ ഉൽപ്പന്നങ്ങളിൽ വൻതോതിൽ അടക്ക ചേർക്കുന്നുണ്ട്. ഒന്നുകിൽ ഇതിന് പകരമായോ ഇടകലർത്തിയോ പനങ്കുരു ഉപയോഗിക്കാൻ തുടങ്ങിയതാണ് വിപണിയിൽ പനങ്കുരുവിന് നല്ല കാലം വരാൻ കാരണം. ഇത് അധികവും ഉത്തരേന്ത്യയിലേക്കാണ് കയറ്റുമതി ചെയ്യുന്നത്. അവിടുത്തെ വിപണിയിൽ നിന്ന് ലഭിക്കുന്ന സൂചനകളല്ലാതെ ഇതിൻ്റെ യഥാർത്ഥ ഉപയോഗം സംബന്ധിച്ച് കൃത്യമായ വിവരം നമുക്ക് ലഭ്യമല്ല. പിന്നെ പനങ്കുരുവിൻ്റെ മറ്റൊരു പ്രധാന വിപണി പെയിന്റ് കമ്പനികളാണ്. പണ്ട് കാലങ്ങളിൽ കള്ളുചെത്താനാണ് സാധാരണ ചൂണ്ടപ്പന നൽകിയിരുന്നത്. ഈ പനമരങ്ങളുടെ കായക്ക് ഇപ്പോൾ നല്ല വില കിട്ടുന്ന കാലം വന്നതോടെ പന ഇപ്പോൾ ചെത്താൻ നൽകുന്നില്ല. മുമ്പ് കാലങ്ങളിൽ പാകമായ പനങ്കുരു നിലത്തു പടുധാരയിൽ നിരത്തിയിട്ട ശേഷം വാഹനം കയറ്റി കുരുവിൻ്റെ പുറന്തരി കളയുന്ന ശീലവും ഉണ്ടായിരുന്നു. പിന്നീട് ഉള്ളിലെ പരിപ്പ് മാത്രം ശേഖരിച്ച് ഉണക്കിയെടുത്ത് മഹാരാഷ്ട്രയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് കയറ്റിവിടുകയാണ് ചെയ്യുന്നത്. ഹൈറേഞ്ചിൽ
ഒട്ടുമിക്ക കർഷകരുടെ കൃഷിയിടത്തിലും ചൂണ്ടപ്പനയുണ്ട്. കർഷകർക്ക് ഇത് ഇപ്പോൾ വലിയൊരു വരുമാന മാർഗമാണ്. മുമ്പ് പനയുടെ ചുവട്ടിൽ ഉപേക്ഷിച്ചിരുന്ന പനംകുരുവിൻ്റെ കുല വിപണിയിൽ വിറ്റാൽ ശരാശരി 2000 മുതൽ 3000 രൂപ വരെ വില കിട്ടുന്നു. പാകമായ പനംകുല പച്ചക്ക് വെട്ടി കടയിൽ കൊണ്ടുചെന്നാൽ ലഭിക്കുന്ന വിലയാണിത്. കായ് ഉണക്കി പരിപ്പ് എടുത്ത് കൊണ്ടുചെന്നാൽ കിലോഗ്രാമിന് 40 രൂപ മുതൽ വില കിട്ടും. ചൂണ്ടപ്പനയിൽ നിന്ന് ഒരു പനംകുല വെട്ടി താഴെ ഇറക്കി കായ് പറിച്ച് തൂക്കിയാൽ ശരാശരി 250 മുതൽ 300 കിലോഗ്രാം വരെ തൂക്കം ഉണ്ടാവും. പുറത്തെ തൊലി കളഞ്ഞുണക്കിയാൽ ഒരു കുലയിൽ ശരാശരി 100 മുതൽ 150 കിലോഗ്രാം വരെ തൂക്കം ലഭിക്കും. ശരാശരി 30 മുതൽ 40 രൂപ വരെയാണ് ഈ കായക്ക് വില. 150 കിലോഗ്രാമിന് 40 രൂപ വെച്ച് കണക്കാക്കിയാൽ ഒരു കുലക്ക് 6000 രൂപ വരെ കിട്ടുന്നതാണ്. ഇപ്പോൾ വന്ന് അപ്പൊ അങ്ങോട്ട് ജമ്പായി അവരല്ലേ? ഇപ്പോൾ സ്വന്തമായി അങ്ങോട്ട് എന്ത് മരത്തിലെന്താ അങ്ങോട്ട് ജമ്പായി. ഭയങ്കര റിസ്ക് ആണല്ലോ അല്ലേ? ഭയങ്കര കയറിൽ അങ്ങോട്ടേക്ക് ജമ്പ് ചെയ്തല്ലേ? കയറിലെ ജമ്പ് ചെയ്യും. ജമ്പ് ചെയ്യും. കുറച്ചുകൂടി മുകളിൽ കെട്ടിക്കെട്ട്. ഇതിപ്പം എവിടെ വരും ഇത് പന? അപ്പുറത്ത് പോകും. അപ്പുറത്ത് പോകും. അപ്പുറത്തെവിടെ? ഇത് ഇങ്ങോട്ടോ ഇപ്പുറത്ത് പോ. കവർ ലൂച്ചൂടെ ഇത് പിടിക്കുന്നു. सामने அவர் யாருக்கு பிடிக்குமா இல்லையா? அவர் சாந்தரால எப்படி யாருக்கு பிடிக்கும்? பரிட்டு கேட்கும்ல? பரிட்டு கேட்கணும். வலிச்சோ வலிக்கு വലി இன்னும் കുറച്ചുകൂടി വലിച്ചടി. കോലയിലെ കുടിക്കണോ? ഒരു നിമിഷം അവിടെ നിൽക്കേ. കട്ടാക്കുമ്പോൾ പറയട്ടാ. ഇല്ല കയറ് കട്ടിട്ട് താഴ്ത്തി കിടന്നു. ഇനിയിപ്പോ കയറ് കെട്ടണം അല്ലേ?
ഫുള്ള് ടൈറ്റായിട്ട് പിടിച്ചതിന് ശേഷം അവിടെ കട്ട് ചെയ്തിട്ട് ഇങ്ങനെ സ്ലോ ആക്കി കൊടുക്കുന്നു. മുകളിലൊക്കെ കട്ടാക്കിയിട്ടുണ്ട്. കൂടെ ഉണ്ട്. ഇതാണ് എക്സ്പീരിയൻസ് ഉണ്ടല്ലേ, കയറിലൂടെ അത് ഇറങ്ങുന്ന, മരത്തിൽ നിന്ന് ഇറങ്ങുന്ന ഇത് ഈസി ആയിട്ട്. വെരി ഗുഡ്. ഭയങ്കര എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇന്ന് ഒരു കൊല അതിലല്ലേ, ഒരു കൊല. ഓക്കെ ഓക്കെ, അടിപൊളി. ഇത്ര ഈസി ആയിട്ട് പോകുന്നില്ലേ കയറില്? മരത്തിലൂടെ ഇറങ്ങാണ് ഒരുപാട് ടൈം എടുക്കുന്നത്. ഇത് ഈസി ടൈം. കൈ എന്താ ചെയ്യാ? ഒന്നും വേണ്ട, ഗ്ലൗസ് ഒന്നുമില്ല. ഓ, കയറിൽ മാത്രം ഭയങ്കര പവർ തന്നെയാണ് മോശം. அடி மாத்திர ஒரு 2 இது கிடக்குது, 2 மணியா. அதெல்லாம் எடுத்துக்கிறோம். அந்த மர பாகத்துக்கு போனா இவன் எந்த ரோட்டு நேரமா காமிக்கிறான். அதுதான் நீ அந்த பைக் எடுத்துட்டு நான் போறேன்னு கேட்பேன். അടിപൊളി കൊല അല്ലേ? ഭയങ്കര സ്ട്രോങ് അല്ലേ? ഇതാണ് സാധനം. നമുക്കാർക്കും ഉപയോഗമില്ല, പക്ഷേ ഇതിൻ്റെ ഉപയോഗം ഇവർക്കേ അറിയുള്ളൂ. എൻ്റെ കമ്പനി പ്രോസസ്സിങ് ചെയ്യും. அதுதான் இது எனக்கு இவர் அவன் சாகில் போட்டாலாம் ஆகாது, சாகில் போடலாம் ஆகாது, கம்முன்னு எடுத்து தான் இங்கே வந்து அதுக்கு மேலே குறைச்சிட்டு இருப்பான். கீழே குறைச்சி அவர் ராஜாவும் ஆய் குயின் கட்டி அந்த இடத்துல சைடு வைக்கணும். പലതരം. നിങ്ങൾ ബൈക്കെല്ലാം അവിടെ നിന്ന് കൊണ്ടുവരും, സ്ഥലത്ത് നിന്ന് ഡ്രൈവ് ചെയ്ത്? ഓണർ ബൈക്കാ? ആ, ഓക്കെ ഓക്കെ. ഇവരെല്ലാവരും സേലുള്ളവരാ, എല്ലാവരും സേലം. ഇനി 3-4 പേരുണ്ട്, ടോട്ടൽ 7 പേര് 8 പേരുണ്ട് അല്ലേ? എങ്ങനെ? ആ, കള്ളക്കുറിച്ചി. അതെ അതെ അതെ, ഡിസ്ട്രിക്ട്. അതെ, സേലത്തുനിന്ന് 30 കിലോമീറ്റർ, 30 കിലോമീറ്റർ ദൂരമാണ്. അവരെല്ലാവരും വർക്ക് ചെയ്യാൻ ഇതിൻ്റെ ആവശ്യത്തിന് മാത്രമായിട്ട് വരികയാണ് ഇവിടെ. ഈ പന എടുക്കാനും. എത്ര 2 മാസം ഉണ്ടാവില്ല ഇവിടെ കണ്ടിന്യൂ? കേരളത്തിൽ മലബാർ ഇവിടെ കാലിക്കറ്റ് ഏരിയ 2 മാസം ഉണ്ടാവും. കഴിഞ്ഞിട്ട് പോയിട്ട് പിന്നെ ഇവർ ഓണർ വിളിക്കുമ്പോൾ വരും. കള്ളക്കുറിച്ചി ഡിസ്ട്രിക്ട്, സേലത്തിന് 30 കിലോമീറ്റർ. രണ്ട് വീഡിയോ ആണ് ശരിക്കും എടുത്തത്. 2 പനമ കയറി നമ്മൾ എടുത്തിട്ടുണ്ട്. അവിടെ ഭയങ്കര മരങ്ങളായിരുന്നു.
ഇവിടെ കുറച്ചൊരു ഓപ്പൺ ഏരിയ. ഇതിപ്പോ ഒരു 3-4 ചാക്കുണ്ടോ? 3 ചാക്ക് അല്ലേ? ആ 3 ചാക്കുണ്ടോ? എന്തായാലും എറുമ്പാ ഫുള്ളായിട്ട് കാണുന്നത്. ഇത് പക്ഷികളൊന്നും കഴിക്കൂല? ആവല്, വവ്വാല് അത് കഴിക്കോ. ഇപ്പൊ പഴുപ്പായിട്ടില്ല, ഇതിപ്പോ പഴുപ്പായോ? പഴിക്കണോ? പഴുത്ത കുരുവി, വവാല് അതെല്ലാം സാപ്പിടും. എല്ലാം സാപ്പിടും അല്ലേ പഴുത്താല്? പിടിച്ചത് പോട്ടാങ്ങളാ. എന്തായാലും ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യാൻ കഴിഞ്ഞു നിങ്ങളെ കാണിക്കാൻ. എന്ന് വെച്ചാൽ പാനക്കുരുവിനോണ്ടുള്ള ഉപയോഗം എനിക്കിപ്പോഴാണ് മനസ്സിലായി. നിങ്ങൾക്കും ആർക്കും വളരെ കുറച്ച് പേർക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഉപയോഗം. ശരിക്കും പെയിൻറ്റ് കമ്പനികളിലേക്ക്, തമ്പാക്ക് അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടാക്കുന്ന നോർത്ത് ഇന്ത്യയിൽ ഉള്ളേക്കാണ് ഫാക്ടറികളിലേക്കാണ് ഇത് ഇത്ര അയക്കുന്നത്. ഇതിവിടെ പ്രോസസ്സ് ചെയ്യും. ഇവിടെ വയനാട് ഒരു സ്ഥലത്ത് പ്രോസസ്സ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് ഇവർ ലോഡ് അയക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും ചെറിയൊരു വീഡിയോ നിങ്ങളെ കാണിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇനി നെക്സ്റ്റ് വീഡിയോ വരെ എല്ലാവർക്കും ബൈ ബൈ പറയണേ.